രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്കതിന് വിശ്വാസമില്ല. പാർട്ടിക്കെതിരെ അയാൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചുമരെഴുത്ത് എന്നുള്ളത്. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് അത് നേരത്തെ തുടങ്ങിയിരിക്കുന്നു. അത് കൈപ്പത്തി ചിഹ്നം കാണാം. പാലക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതടക്കമുണ്ട്. ഇനി സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമാണ് വേണ്ടത്. അതിനുള്ള സ്ഥലം ഇവിടെ ബ്ലാങ്കാക്കി ഇട്ടിട്ടുണ്ട്. ഈ പാലക്കാട് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ട്രഷററും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ നേരത്തെ തുടങ്ങി. അതെ, ഞങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം. പാലക്കാട് ബ്ലോക്കിൽ 53 വാർഡും 119 ബൂത്തുമാണ്. എല്ലാ ബൂത്തിലും ചുമര് ബുക്ക് ചെയ്യാനും നാളെ മുതൽ ഏറെക്കുറെ എല്ലാം ചുമര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നാളെ മുതൽ ഇവിടെ എൻ്റെ ബൂത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനും നാളെ മുതൽ മറ്റ് ബൂത്തുകളിൽ ചുമരെഴുത്തും പൂർത്തിയാക്കാനാണ് തീരുമാനം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയുടെ പേരും എഴുതാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും തുടങ്ങും, നഗരസഭയ്ക്ക് പുറത്തും എല്ലായിടത്തും. തീർച്ചയായും നഗരസഭയ്ക്ക് പുറത്തും. കാരണം നമ്മൾ വെച്ചാൽ പാലക്കാട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭ 53 വാർഡിൽ ഉൾപ്പെട്ടാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. അതിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബൂത്തിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡിലൊക്കെ എല്ലാ ഭാഗത്തും ചുമര് എഴുതിയിരുന്നു. ഇത് മാറ്റി വൈറ്റ് വാഷ് ചെയ്ത് ഈ പറയുന്ന മാതിരി സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും പേരൊഴികെ ബാക്കിയെല്ലാം എഴുതി വയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥി പാർട്ടി നിർദ്ദേശിക്കുന്ന ആരുമായിക്കോട്ടെ അവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരുടെ കർത്തവ്യം. 100% അത് നിറവേറ്റും. നിശ്ചയമായും UDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടുന്ന് ജയിച്ചിരിക്കും. ഇതിലിപ്പോൾ ഈ ചില സ്ഥലത്തെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ബോർഡുകൾ കണ്ടു VK ശ്രീകണ്ഠനെ വിജയിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഈ തദ്ദേശത്തിന്റെ ഇതുണ്ട്. അപ്പോൾ പാർലമെന്റും തദ്ദേശവും ഒക്കെ മായിച്ച് ഇതങ്ങ് പുതിയത് എഴുതിയാൽ മതി അല്ലേ? അതെ, ആ ചുമരുകൾ തന്നെ വീണ്ടും ഞങ്ങൾ ബുക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. മാത്രമല്ല, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം UDFന് ഉറച്ച മണ്ഡലമാണ്, സുരക്ഷിതമായ മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം, അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ മുന്നിലേക്ക് എത്താൻ കോൺഗ്രസിന് UDFന് കഴിഞ്ഞു. അപ്പോൾ എല്ലാം അനുകൂല സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് UDF പ്രവർത്തകർ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ടിന്യൂ ആയിട്ട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു ഒരു ഇതില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. കാരണം സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ട് ഇനി തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ താല്പര്യമായി മാറി. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നെ പാർലമെന്റ് വന്നു, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു, തദ്ദേശം വന്നു, വീണ്ടും അപ്പോൾ ഇലക്ഷൻ്റെ ആ ഒരു ഓളത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെ, ഇനിയിപ്പോൾ ചുരുങ്ങിയതൊരു 100 ദിവസത്തിനകം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 നാൾ മുന്നേ വരെ ഈ ചുമരെഴുത്ത് നടക്കാറുണ്ട്. അത് ഒഴിവാക്കാനാണ് തവണ നേരത്തെ തന്നെ ഞങ്ങൾ ഈ പണിയെല്ലാം പൂർത്തിയാക്കുന്നത്. ഈ മിക്ക മണ്ഡലങ്ങളിലും ഈ വിട്ട സ്ഥലത്ത് ആരായിരിക്കും ഏകദേശം ഒരു ഊഹം ഉണ്ടാകും. ഇപ്പോൾ ഒരുപക്ഷെ ഈ രാഹുലിൻ്റെ വിവാദം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് ഈ പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണയുണ്ടോ? ഇല്ല, അങ്ങനൊരു തീരുമാനം വന്നിട്ടില്ല. മാത്രമല്ല, ഏത് കാലത്തും താഴേക്കിടയിലുള്ള കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റിയായിട്ടോ ബ്ലോക്ക് കമ്മിറ്റിയായിട്ടോ ഒന്നും ആലോചിച്ചിട്ടല്ല. പാർട്ടി സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്. പാർട്ടി നല്ലൊരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് തരുന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആരാണെങ്കിലും അവരെ വിജയിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ കൈപ്പത്തി ചിഹ്നം അല്ലാത്ത അങ്ങനെ ഒരു സ്വതന്ത്രരൊന്നും വരാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലേ സ്ഥിരമായിട്ട് മത്സരിക്കാറും. UDF 15 വർഷം, ഇപ്പോൾ 15ാമത്തെ വർഷത്തേക്ക് കിടക്കുക കണ്ടിന്യൂ ആയിട്ട്. ഒരുപാട് ഈ 15 വർഷം കൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വോട്ടാവും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്കതിന് വിശ്വാസമില്ല. പാർട്ടിക്കെതിരെ അയാൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വിട്ട ഭാഗത്ത് ഏത് പേര് വരും എന്നുള്ളത് ഈ പാലക്കാട്ടുകാർ മാത്രമല്ല, കേരളം മുഴുവൻ കാത്തിരിക്കുന്ന കാര്യമാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.